റഹീം. അപ്പോൾ കില പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇനി കിൽത്തയാണ് കേട്ടോ. കിൽത്ത എന്ന് പറഞ്ഞാലും അത് രണ്ട് പേരെ പറയും. ഇതേപോലെ തന്നെ കേട്ടോ. മുലാഫായിട്ട് വരുന്നു. അതിൻ്റെ മുലാഫിനിലേഹി ലമീറായിട്ടോ ലാഹിറായിട്ടുള്ള ഇസ്മായിട്ടോ വരുന്നു. ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ മുസന്നയുടെ മുൽഹഖാത്താണ്. പിന്നെ ലാഹിറായിട്ടുള്ള ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ എറാബ് ഇസ്മു മക്സൂർ അല്ലേ, ഇസ്മുൻ മക്സൂറിൻ്റെ എറാബായിരിക്കും. ഇനി നോക്കിക്കോളൂ കേട്ടോ, കിൽത്ത നോക്കിക്കോളൂ കേട്ടോ. അയിന തോലിബാത്തിൽ ജദീദത്താനി, അയിന തോലിബാത്ത് അയിന തോലിബത്താനിൽ ജദീദത്താനി, അയിന തോലിബത്താനിൽ ജദീദത്താനി. രണ്ട് പുതിയ വിദ്യാർത്ഥികൾ എവിടെയാണ്? രണ്ട് പുതിയ വിദ്യാർത്ഥികൾ എവിടെയാണ്? അത്തോലിബത്താനിൽ ജദീദത്താനി. അയിന എന്നുള്ളത് ഖബറാണ്, അത്തോലിബത്താനി എന്നുള്ളത് മുബത്തദയാണ് കേട്ടോ. അൽ ജദീദത്താനി എന്നുള്ളത് അതിൻ്റെ സിഫ അല്ലെങ്കിൽ നാത്താണ് കേട്ടോ. അറിയാലോ, റഫാണ്, റഫിൻ്റെ അടയാളം അലിഫാണ്, കാരണം മുസന്നയാണ്. കിൽതാഹുമ ഇൻദൽ മുദീറത്തി, കിൽതാഹുമ ഇൻദൽ മുദീറത്തി. അവർ രണ്ടുപേരും മുദീറയുടെ അടുത്താണ്. മുദീറ സ്ത്രീയാണ് കേട്ടോ. അവർ രണ്ടുപേരും ഹെഡ് മിസ്ട്രസിൻ്റെ അടുത്താണ്. കിൽതാഹുമ അവർ രണ്ടുപേരും ഇൻദൽ മുദീറത്തി, മുദീറത്തിൻ്റെ അടുത്താണ്, മുദീറയുടെ അടുത്താണ്. ഇവിടെ കിൽതാഹുമ കണ്ടോ, അവർ രണ്ടുപേരും മുബ്തദ വഹുവ മുലാഫുമ മുലാഫിൻ ഇലൈഹി. എന്താ ഖബർ, ശിബ്ഹു ജുംല ഖബർ, വഹുവ മുലാഫ് അൽ മുദീറത്തി മുലാഫിൻ ഇലൈഹി മുബ്തദ. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ ബുക്കില് നിംസ എന്ന് പറഞ്ഞ എന്താ? നിംസ അങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടാ, അതിന്റെ രണ്ടെണ്ണം മുന്നേ. അതല്ല ഇപ്പുറത്തെ പേജിൽ തന്നെ നോക്ക്, 80ാമത്തെ പേജിൽ തന്നെ നോക്ക്, അതിലുണ്ട്. ഇതുവരെയും കണ്ടില്ല, എവിടെ കിടക്കണോ? നിങ്ങളുടെ 80ാമത്തെ പേജിൽ ലാസ്റ്റത്തെ രണ്ടാമത്തെ കണ്ടു. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ഇതിൻ്റെ മുസന്നയുടെ ഇതാണ് കേട്ടോ. കിൽത്ത എന്ന് പറയുമ്പോൾ മുബത്തദ മർഫൂഉൻ അലാമത്തു റഫീ അൽ അലിഫു ലിഅന്നഹു മുൽഹഖത്തുൻ ബിൽ മുസന്ന, മുസന്നയിലേക്ക് പിന്നെ മുൽഹഖത്താണ് ഇത് കേട്ടോ. പിന്നെ വഹുവ മുലാഫ് കേട്ടോ. അടുത്തത് അയ്യ സൂറത്തൈനി ഹഫിൽത, അയ്യ സൂറത്തൈനി ഹഫിൽത. നീ ഏത് രണ്ട് സൂറത്തുകളാണ് നീ ഹിഫ്ല് ചെയ്തത്, ബൈ ഹാർട്ട് ചെയ്തത്? ഏത് രണ്ട് സൂറത്തുകളാണ് നീ പഠിച്ചത്, ഹിഫ്ല് ചെയ്തത്, ഹൃദിസ്ഥമാക്കിയത്? അയ്യ എന്നുള്ളത് ഇവിടെ മഫൂലും ബിഹി മൻസൂബുനാണ് കേട്ടോ. മഫൂലും ബിഹി മുഖദ്ദമാണ് കേട്ടോ. ഓക്കെ, ഹഫിൽത്ത എന്നുള്ളതിൽ ഫേലും ഫായിലുണ്ട്, തായാണ് ഫായിലും, മാലിയാണ് സുക്കൂനിൽ മബനിയാണ്. പിന്നെ അയ്യ എന്നുള്ളത് മഫൂലും ബിഹി മുഖദ്ദം മൻസൂബ്, നസ്ബിൻ്റെ അടയാളം ഫതഹ വഹുവ മുലാഫ്, സൂറത്തേനി മുലാഫിനിലേഹി മജ്റൂറുൻ, ജറിൻ്റെ അടയാളം യാ അന്നഹു മുസന്ന കേട്ടോ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ എന്താ, ഏത് രണ്ട് സൂറത്തുകളാണ് നീ പഠിച്ചത്? അപ്പോൾ രണ്ട് സൂറത്ത് കാണിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഹഫിൽതു കിൽതൈഹിമ, ഹഫിൽതു കിൽതൈഹിമ, ഞാനത് രണ്ടും ഞാനത് രണ്ടും പഠിച്ചു, രണ്ടും ഹൃദിസ്ഥമാക്കി, പഠിച്ചു എന്നല്ല ബൈഹാട്ടാക്കി, ഹൃദിസ്ഥമാക്കി. അവിടെ ഇതേപോലെ തന്നെ കിൽത്ത മുബത്തദയാണ്, റഫിൻ്റെ മുബത്തദ മർഫു ആണ്, റഫിൻ്റെ അല്ല അഫുൻ ഇതല്ലേ പറയുന്നത്. ഹി ഹഫിൽത്തു അല്ല, ഫിയലും ഫായിലും ഉണ്ട്. പിന്നെ കിൽത്ത എന്നുള്ളത് മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുൽഹഖുൻ ബിൽ മുസന്ന, യെസ്, മുസന്നയിലേക്ക് മുൽഹഖാത്താണ്. പിന്നെ വഹുവ മുലാഫ് ഹിമ മുലാഫിൻ ഇലൈഹി. അത് ഹിമാന്ന് നമുക്ക് അറിയാലോ, ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി ജറിൻ മുലാഫിൻ ഇലൈഹി അങ്ങനെ പറയണം കേട്ടോ. മിൻ ഐന ത്വാലിബത്താനിൽ ജദീദത്താനി, മിൻ ഐന ത്വാലിബത്താനിൽ ജദീദത്താനി. രണ്ട് പുതിയ വിദ്യാർത്ഥിനികൾ എവിടെ നിന്നാണ്, അതായത് അവരുടെ നാഷണാലിറ്റി ഏതാണ്, അവരേത് നാട്ടുകാരാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. മിൻ ഹർഫു ജറാണ്. ഐന എന്നുള്ളത് ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി ജറിൻ ഇസ്മുൻ മജ്റൂറുൻ അല്ലേ, മിൻ ബി ഹർഫി അല്ലേ, ഹർഫ് കൊണ്ട് ജറു ചെയ്യപ്പെട്ട, ജറിൻ്റെ സ്ഥാനത്താണ്. ത്വാലിബത്താനി അവിടെ ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദമാണ് കേട്ടോ ശരിക്കും. അത്
അത്തോലിബത്താനി എന്നുള്ളത് മുബത്തദ മുഅഖർ. വഹുവ മുലാഫ് അല്ല മുലാഫില്ല, മുബത്തദ റഫിൻ്റെ അടയാളം അലിഫ് മുസന്നയാണ്. അൽ ജദീദത്താനി എന്നുള്ളത് സിഫയാണ് കേട്ടോ. കിൽതാഹുമാ മിനൻ നിംസ. നിംസ പറഞ്ഞാലേ ഓസ്ട്രിയ അല്ലേ, ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയ. ഈ ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യമല്ലേ, അതെ ഓസ്ട്രിയ. ഓസ്ട്രിയക്ക് വേറെ പേരുണ്ടാവും. ഓസ്ട്രിയ പറഞ്ഞിട്ടൊരു നിംസ കേട്ടോ. നിംസ പറഞ്ഞാൽ ഓസ്ട്രിയ. കേട്ടിട്ടുണ്ടോ ഓസ്ട്രിയ ആരെങ്കിലും? നിംസ എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയ, ദ കൺട്രി ഇൻ യൂറോപ്പ്. ഞാനൊന്ന് ജസ്റ്റ് നോക്കിയതാ. ഓസ്ട്രിയ നല്ലൊരു രാജ്യമാണ് കേട്ടോ ഓസ്ട്രിയ. ഇവിടെ നിന്ന് 12 മണിക്കൂർ യാത്ര ഉണ്ട്. ജർമ്മനി അടുത്താണ്, മ്യൂണിക്കിൻ്റെ അടുത്താണ്. ഓ ജർമ്മനി അടുത്താണ്. വിയന്ന ക്യാപിറ്റൽ, അതിൻ്റെ ക്യാപിറ്റലാണ് വിയന്ന. ജർമ്മനാണ് അവിടുത്തെ ലാംഗ്വേജ്. കേട്ടിട്ടുണ്ടാവും. വിയന്ന. ഞാൻ ഗൂഗിളിൽ നോക്കി പറഞ്ഞാണ് കേട്ടോ, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. നിംസ ഫി ഖൽബി യൂറോപ്പുൽ വുസ്ത. യൂറോപ്പിൻ്റെ മിഡിലായിട്ടാണ് ഇതൊക്കെ ഉള്ളത്. ഇപ്പോൾ ജിബാലുൽ അൽബൽ താരിഖുൽ ക്ലാസിക്കൽ. ഒരു എന്താ ചരിത്ര പ്രശസ്തമായ ഒരു രാജ്യമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രിയ. ഈ കിലയുടെ മീനിങ് എന്താ ശരിക്കും? ബോത്ത്, അവ രണ്ട്. ബോത്ത് എന്ന് പറയാം കില. അപ്പോൾ അത് നിംസ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ കിൽത്ത എന്നുള്ളത് മുബത്തദ വഹുവ മുലാഫ് ഹുമ മുലാഫിനിലഹി മിൻ നിംസ. മുബത്തദ പറയല്ലോ, ജാറുൽ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ ട്ടാ. നിംസ എന്നുള്ളത് അലിഫിൽ അവസാനിക്കുന്ന ഇസ്മാണ്, അതുകൊണ്ട് തന്നെ അത് ഹർക്കത്തിന് സ്വീകരിക്കൂല കേട്ടോ. അലിഫ് ഹർക്കത്തിന് സ്വീകരിക്കൂലല്ലോ. ശരി. മൻ മിൻകുമാ ത്വബീബത്തുൻ. നിങ്ങളിൽ ആരാണ് ഡോക്ടർ, ലേഡി ഡോക്ടർ? മൻ ആര്, മിൻകുമാ നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ലേഡി ഡോക്ടർ ചോദിച്ചു. മൻ മിൻകുമാ ത്വബീബത്തുൻ അല്ലേ. അപ്പം എന്താ പറഞ്ഞത്? കിൽത്താന ത്വബീബത്തുൻ. കിൽത്താന ത്വബീബത്തുൻ, ഞങ്ങൾ രണ്ടുപേരും ലേഡി ഡോക്ടറാണ്. എന്താണ് കിൽത്ത കണ്ടോ, ഇതായിട്ടല്ല പരിഗണിച്ചിരിക്കുന്നത്. ബോത്ത് ഓഫ് us ലേഡി ഡോക്ടർ. ഇവിടെ കിൽത്ത എന്നുള്ളത് അവർ ശരിക്കും എന്താ കിൽത്താന പറയുമ്പോൾ രണ്ട് എന്നുള്ള അർത്ഥത്തിലല്ലേ. അപ്പോൾ ത്വബീബത്താനി എന്നല്ലേ വരേണ്ടത് അല്ലേ. മുബത്തദൻ്റെ അതേ നമ്പർ ആയിരിക്കുമല്ലോ. മുബത്തദയും ഖബറും തമ്മിൽ എന്തിലൊക്കെ ജോയിൻ്റ് ആവണം? ജെൻഡറിൽ നമ്പറും ജെൻഡറും. പിന്നെ ഡിങ്ങിലൊന്നും ആവണ്ട. ഡിങ്ങിലല്ലാതുമില്ല, തിരിച്ചു വരണം. ഡിങ്ങിൽ തിരിഞ്ഞാ വരേണ്ടത്. ഇതിൽ ഡെഫിനിറ്റീവ് ഇൻഡെഫിനിറ്റീവ് തിരിച്ചു. നക്കീറ, ഇത് നക്കീറാകുമ്പോൾ ഇത് മാരിഫയാണ് സാധാരണ ആവാറുള്ളത്. അത് വേണ്ട. ശരി. എല്ലാത്തിലും ജോയിൻ്റ് ആയി പിന്നെ അത് നേരത്തായി പോകും, അല്ലെങ്കിൽ സിഫയായി പോകും കേട്ടോ. അപ്പൊ ഇവിടെ ഏത് കിൽത്താന ത്വബീബത്തുന അല്ലേ? ഓക്കെ ശരി. അപ്പോൾ കിൽത്ത എന്നുള്ളത് മുബത്തദ വഹുവ മുലാഫ് ന മുലാഫിൻ ഇലൈഹി ത്വബീബത്തുൻ ഖബർ കേട്ടോ. എൻ്റെ ഇതിൽ വലിയൊരു സെൻറ്റൻസ് അല്ലേ. അബിൽ അറബിയത്തി കതബ്തൽ ഉൻവാന അം ബിൽ ഫിറൻസിയത്തി അല്ലേ, ഫിറൻസിയത്തിയാണ് കേട്ടോ. എന്താ പറഞ്ഞത്? അബിൽ അറബിയത്തി കതബ്തൽ ഉൻവാന അം ബിൽ ഫിറൻസിയത്തി. നീ അഡ്രസ്സ് എഴുതിയത് ഉൻവാന്, കതബ്ത നീ എഴുതി, ഉൻവാൻ അഡ്രസ്സ്. നീ അഡ്രസ്സ് എഴുതിയത് ബിൽ അറബിയത്തി അറബി ഭാഷയിൽ ആണോ അതോ ഫ്രഞ്ച് ഭാഷയിലാണോ? നീ അഡ്രസ്സ് എഴുതിയത് അറബി ഭാഷയിലാണോ അതോ ഫ്രഞ്ച് ഭാഷയിലാണോ? ഇവിടെ കെത്തബ്ത ഫേലും ഫായിലും ആയി അല്ലേ.
ഉൻവാന മഫൂലും ബിഹി. ബിൽ അറബിയത്തി ജാറുൻ വ മജറൂർ. പിന്നെ എന്നുള്ളത് ഹർഫ് അത്തുഫ്. ബിൽ ഫിറൻസിയത്തി എന്നുള്ളത് മറ്റേതിലേക്ക് മഅത്തൂഫിയ. ജാറുൻ വ മജറൂറുൻ മഅത്തൂഫുൻ അല മഅത്തൂഫുൻ ആണ്. ബിൽ അറബിയത്തിൻ്റെ അത്തുഫാണ് കേട്ടോ. അത് ഹംസ ഹർഫുൽ ഇസ്തിഫ്ഹാം കേട്ടോ. കതബ്തു ബികിൽതൈഹിമാ. ഞാനത് രണ്ടിലും എഴുതി. രണ്ടിലും ബി വന്നിട്ട് കിൽതൈഹിമാ. ഞാനത് രണ്ടിലും എഴുതി. കണ്ടോ, ഈ ബി വന്നപ്പോൾ കിൽതൈഹിമ കിൽതൈനായി. കിൽതൈഹിമ ബികിൽതൈഹിമാ. ഞാനത് രണ്ട് രണ്ട് ഫ്രഞ്ചിലും ഇതിലും എഴുതി എന്ന് പറയുമ്പോൾ ബിക്കിലാ ഫിറൻസിയത്തി അങ്ങനെ എഴുതേണ്ടി വരും. ഫിറൻസിയത്തി അറബിയത്തി എന്ന് എഴുതേണ്ടി വരും. ഇവിടെ ലമീറിലേക്ക് ചേർത്തിയത് കൊണ്ടാണ് കിൽത്തൈ എന്ന് വന്നത്. കതബ്തു ഫീലും ഫായിലും ആയി. ബികിൽത്തൈ ജാറുൻ വ മജ്റൂറുൻ വഹുവ മുളാഫ് ഹിമാ മുളാഫുൻ ഇലൈഹി. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, ഈസിയാണത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയട്ടെ. അതെ, അങ്ങനെ തന്നെയാണ് കേട്ടോ. കിൽതൈഹിമ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞതും. അജിബ് അനിൽ അസിലത്തിൽ ആത്തിയത്തി മുസ്തഅമിലൻ കില ഔ കിൽത്ത. തുടർന്ന് വരുന്നതായ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. കിലയോ കിൽത്തയോ ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ, ഉപയോഗിക്കുന്നവനായ നിലയിൽ. അയ്യുൽ ഖലമൈനി. അയ്യുൽ ഖലമൈനി ളാഅ. ളാഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഏത് പേന, ഏത് രണ്ട് പേനകളാണ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ രണ്ട് പേനകളിൽ ഏതാണ് നഷ്ടപ്പെട്ടത്, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. രണ്ട് പേനകളിൽ ഏത് പേനയാണ് നഷ്ടപ്പെട്ടത്. അയ്യു ഏത്, അൽ ഖലമൈനി രണ്ട് പേനകൾ, ഏത് രണ്ട് പേനകളിൽ ഏതാണ് നഷ്ടപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? അവ രണ്ടും നഷ്ടപ്പെട്ടു എന്ന് പറയണം. അവ രണ്ടും നഷ്ടപ്പെട്ടു. ഇപ്പം എന്താ പറയുക? കില വെക്കണം. കിലാഹുമാ അവിടെ ഫായിലായിട്ട് എഴുതണം. എൻ്റെ ഫായിലായിട്ട് എഴുതുമ്പോൾ കിലാഹുമാ. അവ രണ്ടും നഷ്ടപ്പെട്ടു. ഓക്കെ. അടുത്തത് അയ്യൽ കിതാബൈനി തുരീദു അൻ തശ്തരി. രണ്ട് പുസ്തകങ്ങളിൽ ഏത് പുസ്തകമാണ് നീ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ രണ്ടും എന്ന് പറയണം അല്ലേ? കിലയോ കിൽത്തയോ പറയണം. ഇവിടെ ബുക്കല്ലേ, അപ്പോൾ കില അല്ലേ. ഉരീദു അൻ അഷ്തരിയ. തുരീദു അല്ലേ ചോദിച്ച്. ഉരീദു അൻ അഷ്തരിയ, ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. കില എന്നല്ല, അപ്പം നമ്മൾ മഫൂൽ ബിഹി ആക്കി എഴുതണ്ടേ. കിലൈഹിമാ ഉരീദു അൻ അഷ്തരിയ കിലൈഹിമാ. നെക്സ്റ്റ് വൺ. അയ്യ മജല്ലത്തൈനി ഖറഅത. അയ്യൽ മജല്ലത്തൈനി ഖറഅത. അൽ മജല്ലത്തൈനി ഏത് രണ്ട് മാഗസിനുകളാണ് നീ വായിച്ചത്? ആ രണ്ട് മാഗസിനിൽ ഏതാ വായിച്ചത് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എന്താ പറയുക? ഞാൻ രണ്ടും വായിച്ചു. ഇപ്പോൾ മാഗസിൻ പെണ്ണാണല്ലോ, മജല്ലത്തുൻ. അപ്പോൾ എങ്ങനെ പറയാ? ഖറഅതു ഞാൻ വായിച്ചു. കിൽതൈഹിമാ മഫൂൽ ബിഹി. കിൽതൈഹിമാ ഖറഅതു കിൽതൈഹിമാ. അടുത്തത് അയ്യുസ്സഅതൈനി സുരിഖത്ത്. സുരിഖത്ത് നമ്മൾ പഠിച്ചു അല്ലേ? സറഖ മോഷ്ടിച്ചു, സുരിഖത്ത് മോഷ്ടിക്കപ്പെട്ടു. രണ്ട് ഭാഷയിൽ ഏതാണ് മോഷ്ടിക്കപ്പെട്ടത്? ഇവിടെ അയ്യുസ്സഅതൈനി സുരിഖത്ത് ആയതുകൊണ്ട് സുരിഖത്ത് എന്നുള്ളത് മോഷ്ടിക്കപ്പെട്ടു. ഇവിടെ അയ്യു എന്ന് വരാൻ കാരണം എന്താ? നായിബ് ഫായിൽ കേട്ടോ അയ്യു എന്നുള്ളത്. മറ്റേത് ബദലല്ലേ? അല്ല ബദലല്ല, മുലാഫിനിലേഹി. ബദൽ എന്ന് പറയണം, മുലാഫിനിലേഹി. അയ്യു എന്നുള്ളത് നായിബ് ഫായിലാണ് കേട്ടോ, മോഷ്ടിക്കപ്പെട്ടത്. പിന്നെ സാത്തൈനി
അപ്പം എന്താ പറയുക? സുരിഖത്ത് അപ്പൊ ചുരുക്കത്ത് എന്താവാൻ ടീച്ചറെ? ഫിൽ മാളി മബനിയുൻ അൽ ഫത്തഹി ഫഹുവ മബനി ലിൽ മജ്ഹൂലി. സുരിഖത്ത് കിൽതാഹുമാ. നായിബ് ഫൈലാക്കി എഴുതണ്ടേ? സുരിഖത്ത് കിൽതാഹുമാ. നായിബ് ഫൈൽ എന്താ? മർഫു അല്ലേ? കിൽതാഹുമാ. സുരിഖത്ത് കിൽതാഹുമാ. അവ രണ്ടും മോഷ്ടിക്കപ്പെട്ടു. മോഷ്ടിച്ച ആളെ പറയുന്നില്ല. സുരിഖത്ത് കിൽതാഹുമാ. അടുത്തത് അയ്യൽ ലുഗത്തൈനി തഅരിഫു. അയ്യൽ ലുഗ, രണ്ട് ഭാഷയിൽ ഏതാണ് തഅരിഫു നിനക്കറിയാവുന്നത്? അല്ലേ? നിനക്കറിയാവുന്നത് രണ്ട് ഭാഷകളിൽ ഏതാണ്? അൽ ഉർദിയത്ത അം അൽ ഫാരിസിയത്ത. ഫാരിസിയത്ത് പേർഷ്യൻ, ഉറുദു ആണോ പേർഷ്യൻ ആണോ? രണ്ട് ഭാഷകൾ ഏതാണ് നിനക്കറിയുന്നത്? ഉറുദു ആണോ പേർഷ്യൻ ആണോ? അപ്പം എങ്ങനെ പറയാം? എനിക്കറിയാം, രണ്ടും അറിയാന്ന് പറയണം. അറഫ്തു അറഫ്തു കിൽതൈഹിമ. ആരിഫു ട്ടാ. ആരിഫു കിൽതൈഹിമ. ആരിഫു കിൽതൈഹിമ. കിൽതൈഹിമ. ഇവിടെ അയ്യ എന്നുള്ളത് മഫൂൽ ബിഹി അല്ലേ? ലുഗത്തൈനി ഇതിന് ഞാൻ എഴുതിച്ചേക്കണത് അയ്യക്ക് ശേഷം മുലാഫിൻ ഇലൈഹി അല്ലേ? അൽ ഉർദിയത്തെ ബദല. ഉർദിയത്തെ ഒരു മിനിറ്റ് ട്ടാ. അറിയുക, നിനക്കറിയാവുന്നത് രണ്ട് ഭാഷകളിൽ ഏതെത്ത്? അയ്യ മഫൂൽ ബിഹി, മറ്റേത് മുലാഫിൻ ഇലൈഹി. ആൽ ഉർദിയത്ത, ഉറുദു ആണോ അം ഫറൻസിയത്ത? ഇതിന് വരാൻ കാരണം ലുഗത്തൈനിൻ്റെ ബദലായിട്ടല്ലേ ആ യെസ്. അഫ്വൻ, ശരി ശരി. അത് ബദൽ 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 ലുഗത്തൈനി. അതെ, അയ്യൻ്റെ ഇതായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ശരി. മനസ്സിലായില്ല ടീച്ചറെ, അത് ബദൽ എന്ന് പറയാൻ കാര്യം? അതല്ല, ഞാൻ നോക്കിയതാണ്. മഫൂലും ബിഹിയാണ് അയ്യ, അതിനുശേഷം മുലാഫിൻ ഇലൈഹി ലുഗത്തൈനി എന്നത്. അൽ ഉർദിയത്ത എന്നുള്ളത് ആ ഭാഷൻ്റെ തന്നെ ബദല, പക്ഷെ ഏത് മഫൂലും ബിഹിൻ്റെ ബദലായിട്ടാണ് അൽ ഉർദിയത്ത വന്നത്. അതുകൊണ്ട് മഫൂലും ബിഹി മൻസൂബല്ല, അതുകൊണ്ട് അൽ ഉർദിയത്തെയും നസ്ബ് ചെയ്തു കേട്ടോ. അതിന് ഇൻഷാ അല്ലാ പിന്നെ പഠിക്കാം. അയ്യുൽ ഉംലത്തൈനി ഇൻദക. ഉംലത്തൈനി, ഉംലത്ത് എന്ന് പറഞ്ഞാലേ കോയിനല്ലേ? ഉംലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നാണയോ? നോക്കട്ടെ കേട്ടോ. ഇത് എത്രാമത്തെ? 6 അല്ലേ? ഉംലത്ത് അപ്പുറത്തുണ്ടോ? കറൻസി. ആരിഫു കിൽതൈഹിമ. അതിന് മുന്നത്തെ അല്ലേ? 5th അല്ലേ ചോദിച്ചു? 5ാമത്തെ അല്ലേ ചോദിച്ചു? ആരിഫു കിൽതൈഹിമ ട്ടാ. അയ്യുൽ ഉംലത്തൈനി ഇൻദക. നിന്റെ കയ്യിൽ ഏത് രണ്ട് കറൻസികളാണ് ഉള്ളത്? ആൽ ജുനൈഹു അം അമിദ് ദൂലാറു. അദ്ദൂലാറു, ദൂലാറു. ആൽ ജുനൈഹത്തു. ഇവിടെ ആല് വരുമ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഹംസത്തുൽ ഇസ്തിഫാമും ഇസ്തിഫാമിയയും പിന്നെ ഹംസത്തുൽ വസ്ലും കൂടിയിട്ട് രണ്ടും കൂടി ജോയിൻ്റ് ആക്കിയിട്ട് മദ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. 2 50. ശ്രദ്ധിക്കണേ. അപ്പോൾ ഏത് ഉംലയാണ് നിൻ്റെ കയ്യിലുള്ളത്? ഏത് രണ്ട് കറൻസിയാണ് നിൻ്റെ കയ്യിലുള്ളത്? മറ്റേ പിന്നെ ജുനൈഹ ആണോ ദൂലാറാണോ? ഡോളറും പിന്നെ ജുനൈഹ എന്ന് പറഞ്ഞാൽ എന്താ? പൗണ്ട് അല്ലേ? പൗണ്ട് തന്നെയല്ലേ പറയാം? GBP, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് തന്നെ. അതാണോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കയ്യിൽ രണ്ടും ഉണ്ട് എന്ന് പറയണം. ഐന്തി മുബത്തതയാക്കി പറയണം. ഐന്തി കിൽതാഹുമാ. എൻ്റെ കയ്യിൽ ഉംല പെണ്ണല്ലേ? ഉംലത്തുൻ. അപ്പം ഐന്തി കിൽതാഹുമാ. ഐന്തി കിൽതാഹുമാ. അടുത്തത് ഉംലത്തിന്റെ മീനിങ് എന്തോന്ന് ടീച്ചറെ? ഏതാ ഉംലത്ത് മീനിങ് എന്തോന്ന്? കറൻസി. അയ്യു മുദർരിസിൽ ഫിഖ്ഹി. അയ്യു മുദർരിസിൽ ഫിഖ്ഹി ഖാബൽ യൗമ. അയ്യു മുദർരിസിൽ ഫിഖ്ഹി ഖാബൽ യൗമ. ഏത് ഫിഖ്ഹിൻ്റെ 2 അധ്യാപകന്മാരിൽ ഏത് അധ്യാപകനാണ് ഇന്ന് മുടങ്ങിയത്, ഇന്ന് ആബ്സെൻ്റ് ആയത്? ഏത് അധ്യാപകനാണ്? ഫിഖ്ഹിൻ്റെ 2ൽ ഏത് അധ്യാപകനാണ് മുടങ്ങിയത്? ഇപ്പോൾ 2 പേരും മുടങ്ങിയെന്ന് പറയണം. അപ്പോൾ ഖാബ യൗമ മുടങ്ങിയിട്ടാൽ മതി, അല്ലെങ്കിൽ യൗമ മുടങ്ങിയിട്ടാൽ മതി. ഖാബ ഖിലാഹുമാ. ഖാബ ഖിലാഹുമാ. 2 പേരും മുടങ്ങി. അയ്യൽ ബാബൈനി ഫതഹ്ത. നീ ഏത് 2 വാതിലാണ്? 2 വാതിലിൽ ഏതാണ് നീ തുറന്നത്?
ഞാൻ രണ്ടും തുറന്ന് ഫതഹ്തു കിലൈഹിമാ ബാബല്ലേ ഫതഹ്തു കിലൈഹിമാ ഫതഹ്തു കിലൈഹിമാ. അടുത്തത് അയ്യുന്നാഫിദത്തൈനി മഫ്തൂഹത്തുൻ. രണ്ട് ജനവാതിൽ ഏതാണ് തുറക്കപ്പെട്ടത്? മഫ്തൂഹത്ത് തുറക്കപ്പെട്ടത് ഏതാ? അപ്പം രണ്ടും തുറക്കപ്പെട്ടു. ജനവാതിലാണ്. അപ്പം കിൽത്താന്ന് പറഞ്ഞു കേട്ടോ. കിൽത്താഹുമാ മഫ്തൂഹത്തുൻ. കിൽത്താഹുമാ മഫ്തൂഹത്തുൻ. മൻ മിൻഹുമാ അവർ രണ്ടിൽ ആരാണ് ദഈഫുൻ ഫിന്നഹവി ഗ്രാമറിൽ ദുർബലൻ ആരാണ്? അവർ രണ്ടുപേരിൽ ആരാണ് ലൈഫുൻ എന്ന് പറഞ്ഞാൽ ദുർബലൻ മിനൻ ഫിൽ നഹവി എന്താ പറയുക നഹു എന്ന് പറഞ്ഞാൽ ഗ്രാമറിലെ നഹു നമ്മൾ പഠിക്കണേ ഗ്രാമറിൽ അവർ രണ്ടുപേരിൽ ആരാണ് ദുർബലൻ? അപ്പോൾ രണ്ടുപേരും ദുർബലരാണ്. അപ്പം എങ്ങനെ പറയണം? എന്തിനാണ് കിൽത്താഹുമ ലാസ്റ്റ് വെക്കണം? വരാൻ കാരണം എന്താ? ശരി ട്ടോ. സമയമായ 1 മിനിറ്റ് കൂടി എടുക്കാമല്ലേ? ആ പേജ് കൂടി കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ എന്നിട്ട് ബാക്കിയുള്ളത് നോക്കിയാൽ മതി. തഅമ്മൽ മായലി തുടർന്ന് വരുന്നത് നീ ചിന്തിക്കണം. മുസന്ന എക്സാമിൻ ദ ഫോളോയിങ് തഅമ്മൽ മാൽ ഹാദാ വഹാദിഹി ഹാദാ കിതാബുൻ ഇതൊരു പുസ്തകമാകുന്നു. ഹാദാനി കിതാബാനി ഇത് 2 പുസ്തകമാകുന്നു. ഇവിടെ എങ്ങനെയാ ഹാദാ കിതാബ് നമുക്കറിയാം. ഹാദാനി കിതാബാനി എങ്ങനെ പറയാം നമ്മൾ? അപ്പൊ എങ്ങനെ പറയാ? കിതാബാനി ഈ രണ്ട് പുസ്തകം മർഫൂൻ അലാമത്ത് റഫി അലിഫ് ലിഅന്നഹു മുസന്ന കിതാബാനി ഖബർ മർഫൂൻ അലാമത്ത് റഫി അലിഫ് ലിഅന്നഹു മുസന്ന. യെസ്. ഹാദാനി ശ്രദ്ധിക്കണം. ഇസ്മുൽ ഇഷാറട്ട് പറയരുത് കേട്ടാ. അത് മബനി അല്ലല്ലോ. ശ്രദ്ധിക്കണം കേട്ടാ. ഹാദിഹി സയ്യാറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്മുൽ ഇഷാറ മബനി അലൽ കസ്രി ഫീ മഹല്ലി റഫീ മുബ്തദ സയ്യാറത്തുൻ ഖബറുൻ മർഫൂഉൻ അല്ലേ? അപ്പോൾ എങ്ങനെ ഹാത്താനി സയ്യാറത്താനി എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരുന്നു? മുറബാണ്. അപ്പോൾ എന്താ പറയും? മുബ്തദ മർഫൂഉൻ അലാമത്തു റഫ്ഇ അൽ അലിഫു ലിഅന്നഹു മുസന്ന. സയ്യാറത്താനി എന്താ? മർഫൂഉൻ അലാമത്തു റഫ്ഇ അൽ അലിഫു ലിഅന്നഹു മുസന്ന. ടീച്ചർ ബ്രാക്കറ്റിൽ റാനിക്കയും വത്താനിക്കയും കൊടുത്തിരിക്കുന്നത് അടുത്ത പേജല്ലേ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ദാലിക്കയും തിൽക്കയും ദാലിക്ക കലമെന്ന് പറഞ്ഞാലും നമ്മൾ പറയും എന്താ അതൊരു പേനയാകുന്നു എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇസ്മുൽ ഇഷാറ മബനിൻ അലൽ ഫതഹി ഫി മഹല്ലി റഫിൻ മുബ്തദ ഖലമുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ദാലിക്ക പറയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പറയണം മുറബാണ്. അപ്പോൾ നമ്മൾ ഓലയിക്കണം മുബ്തദ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി എന്താ റഫിന്റെ അടയാളം? മർഫൂഅല്ലേ? ദാനിക ദാനിക ദാനിക്കയും താനിക്കന്റെ റഫിന്റെ അടയാളം എന്താണ്? അടയാളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാനിക ദാനിക അലിഫല്ലേ? അലിഫാണ് അല്ലേ? അല്ലേ?
ഓക്കെ ശരി. അപ്പൊ അതിന്റെ ഇത് നെസ്ബും ജെറും ചെയ്യും അങ്ങനെ ഇത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ ഭാഗം വായിച്ചെന്നാ ആദ്യം. ദാനിക ദൈനിക തൈനിക ആ ദാനിക്ക ദൈനിക താനിക്ക ദൈനിക തൈനിക്ക അല്ലേ. ഇതിന്റെ ഈ തൈനിക ഭാഗം വായിക്കാണ്ട് വിട്ടുപോയിട്ടുണ്ട്. ആ പോയിന്റ് റിമെമ്പറിൽ വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ. അതായിരിക്കും ഈ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണത് അല്ലേ. അല്ലേ വായിച്ചിട്ടുണ്ടാ? നമ്മള് കഴിഞ്ഞ ബുക്കിൽ വായിച്ചിട്ടുണ്ട് ഈ ദാനിക്കയും താനിക്കൊക്കെ. പക്ഷെ ഈ ദാനിക്കന്റെ ഒക്കെ നമ്മൾ ഡയറക്റ്റ് ഇത് പിന്നെ ഇങ്ങനെ വായിച്ചിട്ടില്ല. പറയില്ല. റഫി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അലാമത്ത് റഫി അല അലിഫുലി അന്നഹു മുൽഹഖുൻ ബിൽ മുസന്നയാണ് ശരിക്കും. മറ്റേടത്ത് കറക്റ്റ് മുസന്നയാണ്. ഇത് ഖബറിന്റെ അവിടെ മുൽഹക്കാണ്. ഒരിക്കലും തന്നെ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് കേട്ടാ, ഞാൻ ഈ പോയിന്റ് റിമെമ്പറിന്റെ അവിടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. നമ്മളവിടെ വായിക്കാൻ പോയിട്ടുണ്ടോ? കില കിൽത്ത പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ ഇനി എന്താ പറയാനുള്ളത്? കിലയും കിൽത്തയും കഴിഞ്ഞിട്ട് ഞാനത് എടുത്തതിന് ശേഷം ഹാഹുന്ന അയിന ബിലാലുൻ അവിടെ അത് പറയാനുണ്ട് അല്ലേ. ഹാദാനി ഹാദാനി മുദരിസാനിയൊക്കെ വായിച്ചിട്ടുണ്ട്. ആ അപ്പൊ അത് ഞാൻ നാളെ ഒന്നുകൂടി എടുത്തുതരാം. ഇത് ശരിക്കും മുൽഹക്കാണ് കേട്ടോ. ഡയറക്റ്റ് നമ്മൾ മുസന്ന പറയില്ല കേട്ടോ. ഹാദാനി ദാനിക്ക തൈനിക്ക അല്ലെങ്കിൽ ഹാദാനി ഇതൊക്കെ മുൽഹക്കാണ് കേട്ടോ. മുസന്നയാണ്. ഏത് മറ്റേതല്ല, അതിന്റെ ഖബറല്ല. ദാനിക്ക എന്നുള്ളത് മുബത്തദ മർഫൂഉൻ അലാമത്തു റഫി അൽ അലിഫു ലിഅന്നഹു മുൽഹഖുൻ ബിൽ മുസന്ന. പിന്നെ ദാനിക്ക പറയുമ്പോഴേ കാഫ് മുഖാത്തബിന്റെ കാഫാണ്. അപ്പം അത് വെറുതെ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ. ഞാനതാണ് ഇങ്ങനെ ആലോചിച്ചത്. ശരി. അപ്പോൾ ആ ഭാഗം